പ്രേംലാൽ, ഇന്ത്യ ഈ ഭൂതല റഡാറുകൾക്ക് പുറമെ ആകാശ റഡാറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ്. കാരണം ആകാശ റഡാറുകളുടെ പ്രത്യേകത കുറച്ചുകൂടി കൃത്യതയും വ്യക്തതയുമാണ്. അപ്പോൾ അത് ഏത് തരത്തിലാണ്, എത്ര എണ്ണം വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് മറ്റു വിശദാംശങ്ങൾ? നിലവിൽ നമ്മൾ ഈ ഭൂതല റഡാറുകളെയാണ് നമ്മൾ പരമ്പരാഗതമായി ആശ്രയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ യുദ്ധം എന്ന് പറയുന്നത് ആകാശ യുദ്ധമാണല്ലോ പ്രധാനമായി നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആകാശ പാതയിലുള്ള റഡാറുകളെക്കുറിച്ചുള്ള ചിന്തകൾ വന്നത്. ഇന്ത്യ അത്തരം റഡാറുകൾക്ക് ഇട്ടിരിക്കുന്ന പേര് നേത്ര എന്നാണ്. നേത്ര MK-1A. ഇങ്ങനെ 3 റഡാറുകളാണ് ഇന്ത്യക്ക് ഉള്ളത് നിലവിൽ. അതിൻ്റെ എണ്ണം ഒരു 6 എണ്ണം കൂടി കൂട്ടി മൊത്തം 9 ആക്കാനാണ് നിലവിലെ തീരുമാനം. ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ, ഒരു 20 മീറ്റർ മുതൽ 30 കിലോമീറ്റർ വരെ ഏരിയയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആകാശ വസ്തുക്കൾ പറക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി കണ്ടെത്താൻ സാധിക്കും. ഈ ആകാശ വസ്തുക്കൾ എന്ന് പറയുന്നത് ഒരു ഡ്രോൺ ആകാം, ഒരു ഫൈറ്റർ ജെറ്റ് ആകാം, ഇനി ഒരു റോക്കറ്റ് ആണെങ്കിൽ പോലും അത് ഈ റഡാർ സംവിധാനത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇത് ഭൂതല സംവിധാനത്തിലൂടെയും ഇത് സാധിക്കും, പക്ഷേ കുറേ കൂടി വേഗതയിലും കൃത്യതയിലും ഈ വിമാനത്തിലൂടെയുള്ള റഡാർ സംവിധാനത്തിലൂടെ സാധിക്കും. നിലവിൽ അങ്ങനെ ഒരു 3 വിമാനങ്ങളാണ് നമുക്കുള്ളത്, നേത്ര ഘടിപ്പിച്ചിട്ടുള്ള. റഷ്യയിൽ നിന്നുള്ള നമ്മളൊരു 3 വിമാനങ്ങൾ സംഘടിപ്പിച്ച് അതിൻ്റെ മുകളിൽ ഇത് ഘടിപ്പിക്കുക, റഡാർ സംവിധാനം ഘടിപ്പിക്കുകയാണ് ചെയ്യുക. അങ്ങനെ 3 എണ്ണമാണ് ഇതിലുള്ളത്. ഇപ്പോൾ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു യുദ്ധോപകരണം വാങ്ങുന്നതിന് മുൻപ് ഈ ഒരു സമിതിയുടെ അംഗീകാരം വേണം. അപ്പോൾ ഈ ഒരു സമിതി ഇപ്പോൾ ഒരു 6 എണ്ണം കൂടി ഇന്ത്യൻ സേനയുടെ ഭാഗമാക്കാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. ഇത് പ്രകാരം 6 നേത്ര കൂടി, അതിനെ നേത്ര MK-2 എന്നായിരിക്കും വിളിക്കുക. ഒരു 6 എണ്ണം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിരിക്കും. അങ്ങനെ 6 എണ്ണമാണ് ഇതിൻ്റെ സേനയുടെ ഭാഗമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ റഡാർ സംവിധാനം ഉപയോഗിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ആകാശത്ത് പറക്കുന്ന വസ്തുക്കൾ മാത്രമാണ്, പക്ഷേ നമ്മൾ കടലിൽ കൂടി പോകുന്ന കപ്പലുകളെ വേണമെങ്കിലും ഇതിലൂടെ നിരീക്ഷിക്കാൻ സാധിക്കും. ഇനി നിലവിൽ ഈ പുതിയ 6 റഡാർ സംവിധാനം, അതിന് ഒരു വിമാനം ആവശ്യമുണ്ട്. വിമാനത്തിൻ്റെ മുകളിൽ ഘടിപ്പിക്കുന്നതിന് ഘടിപ്പിച്ചാണ് ഇത് ഉപയോഗിക്കുക. അപ്പോൾ അതിനുവേണ്ടി എയർ ഇന്ത്യയുടെ 6 വിമാനങ്ങൾ സേനയ്ക്ക് കൈമാറാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ 6 വിമാനങ്ങൾ നിലവിൽ എയർ ഇന്ത്യ സേനയുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്ക്വാഡ്രോണിൽ ഇപ്പോൾ ഈ വിമാനങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ചില ഓൾട്ടറേഷൻസ് ഒക്കെ വരുത്തിയിട്ട് ആണ് ഈ വിമാനം ഘടിപ്പിക്കുക. ഒരു ഏരിയൽ പോലെ വിമാനത്തിൻ്റെ മുകളിൽ ഇരിക്കും. ഇനി ഇങ്ങനെ ഒരു ഡിഫൻസ് സംവിധാനത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ 450 കിലോമീറ്റർ വരെ ഈ റഡാറിന് ഏരിയ ഉണ്ട്. അവിടെ വരെ വേണമെങ്കിലും നിരീക്ഷണം നടത്താമെന്നുള്ളതാണ് പുതിയൊരു സംവിധാനം. അത് മാത്രമല്ല 240 ഡിഗ്രി കവറേജ്. ഇപ്പോൾ വിമാനം നേരെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും 360 ഡിഗ്രി അല്ല, അതിൻ്റെ പുറകുവശത്ത് ചിലപ്പോൾ എത്താൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം. 240 ഡിഗ്രി കവറേജിൽ എന്തെങ്കിലും സംഗതികളുണ്ടോ എന്ന് അളക്കാൻ പറ്റും. ഇത് പൂർണ്ണമായും തദ്ദേശീയമായിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം, മറ്റ് കാര്യങ്ങളും. ഇതിൻ്റെ സാങ്കേതിക വിദ്യ നമ്മൾ ബ്രസീലിലെ എംബ്രെയർ എന്ന് പറയുന്ന ഒരു കമ്പനി, അവരിൽ നിന്നാണ് ഇതിൻ്റെ സാങ്കേതിക വിദ്യ കിട്ടിയത്. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് സെൻറ്റർ ഓഫ് എയർബോൺ സിസ്റ്റംസ്, അതായത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അവരാണ് ഇത് ഫുള്ള് അസംബിൾ ചെയ്യുന്നത്. ഏതാണ്ട് 9,000 കോടി, 930 ആണ് ഈ പദ്ധതിയുടെ ചെലവ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിലവിൽ യുദ്ധങ്ങൾ നടക്കുന്നത് ഏറിയ പങ്കും വിമാനമാർഗമാണ്. അല്ല, റോക്കറ്റുകൾ അയക്കുക, വിമാനങ്ങൾ അയക്കുക, ഡ്രോണുകൾ അയക്കുക, അതാണ് പുതിയ തലമുറയിലെ യുദ്ധം. അപ്പോൾ അതിന് നമുക്ക് ഈ 3 സംഗതികൾ മാത്രം, 3 റഡാർ സിസ്റ്റമാണ് ഇതിലുള്ളത്. നമുക്കിപ്പോൾ വെല്ലുവിളികൾ കയറുന്നു. പാകിസ്ഥാനുണ്ട്, ചൈനയുണ്ട്, ബംഗ്ലാദേശുണ്ട്. വെല്ലുവിളികൾ ഏറുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെയും കൂടി അനുഭവത്തിൽ ഏറ്റവും കൂടുതൽ നടന്നത് സ്റ്റാർ വാർ ആണല്ലോ. ആകാശത്ത് കൂടിയുള്ള യുദ്ധം, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഡ്രോൺ അയക്കുന്നു, നമ്മൾ റോക്കറ്റ് അയക്കുന്നു. അപ്പോൾ ഭാവിയെ കണക്കാക്കിയാണ് ഈ റഡാർ സംവിധാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. നമ്മളെക്കാൾ കൂടുതൽ സാങ്കേതികമായി ചൈന മുൻപന്തിയിൽ നിൽക്കുന്നു എന്നുള്ളൊരു കാരണം കൂടിയുണ്ട്. അപ്പോൾ അവർ ആർജിക്കുന്ന അതേ സാങ്കേതിക വിദ്യ നമ്മളും ആർജിക്കുന്നു. അത് തദ്ദേശീയമായി തന്നെ തദ്ദേശീയമായി തന്നെ അതിൻ്റെ നിർമ്മാണവും മറ്റു കാര്യങ്ങൾ നടത്തുന്നു എന്നുള്ളതും ഒരു മേൽക്കൈയാണ്. ഈ ആകാശ റഡാറുകൾ അതിൻ്റെ പ്രത്യേകതകളാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും അത് കൂടുതൽ വാങ്ങുക വഴി ഇപ്പോൾ ഈ യുദ്ധത്തിൽ മറ്റെന്തെല്ലാം സഹായകരമാകും? ഞാൻ പറഞ്ഞല്ലോ, അതായത് യുദ്ധമുന്നണിയിൽ ആദ്യം നടക്കുന്നത് കപ്പലുകൾ, വിമാനവാഹിനി കപ്പലുകൾ ആ ഭാഗത്തേക്ക് സജ്ജീകരിക്കുക എന്നുള്ളതാണ്.
അതെ. ഈ കപ്പലുകൾ ഇപ്പോൾ ചൈനയുടെ ചാര കപ്പൽ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. ഇതേപോലെ അന്തർവാഹിനികളും അടക്കം നമുക്ക് പോകും. ഇത് കൃത്യമായി ട്രാക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ്. കാര്യം സമുദ്രം എന്ന് പറയുന്നത് നമ്മുടെ ഭൂതലം പോലെയല്ല, വിശാലമായ പ്രദേശമാണ്. അത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് കൃത്യമായി നിരീക്ഷിക്കുക. ചിലപ്പോൾ ചില പാളിച്ചകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് കൃത്യമായി എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ നമുക്ക് ഈ വിമാനത്തിലാണല്ലോ ഘടിപ്പിച്ചേക്കുന്നത്, ഇത് ആ ഭാഗത്തേക്ക് ഒന്ന് പറന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കണ്ടെത്താൻ സാധിക്കും. അതുകൂടാതെ ഏറ്റവും വലിയ ഇത് ഈ ക്രൂയിസ് മിസൈലുകൾ, അത് ശബ്ദത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്നതാണ് ക്രൂയിസ് മിസൈലുകൾ. അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് അതിനുള്ള സംവിധാനമുണ്ട്. S-400 പോലുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു മിസൈൽ വരുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായി വിവരം കിട്ടണം. അപ്പോൾ അതിനുള്ള സാങ്കേതിക വിദ്യ ഇത്തരത്തിൽ റഡാർ സംവിധാനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ എണ്ണം കൂട്ടിയേ മതിയാകൂ. ചിലപ്പോൾ ഇപ്പോൾ ഒരു 6 എണ്ണം എന്നുള്ളത് ഭാവിയിൽ അതിൻ്റെ എണ്ണം 10ഓ 15ഓ ആക്കി വർദ്ധിപ്പിക്കേണ്ടി വരും. ഇതിപ്പോൾ തദ്ദേശീയമായി നിർമ്മിക്കുന്നതിന് എന്താണ് തടസ്സം? നിലവിൽ തടസ്സമൊന്നുമില്ല. നിലവിൽ ഇന്ത്യക്ക് ഇതിനുള്ള സാങ്കേതിക വിദ്യ ഇല്ല. അതുകൊണ്ട് ഈ സാങ്കേതിക വിദ്യ ബ്രസീലിൻ്റെ കമ്പനിയായ എംബ്രയർ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നാണ് നമ്മളിത് വാങ്ങുന്നത്. അതുമാത്രമല്ല, ഇത്തരം സംവിധാനങ്ങളുടെ റിസർച്ചും അതായത് ഗവേഷണ നിരീക്ഷണ പ്രവർത്തനങ്ങൾക്കാണ് പണം ഏറെ ചിലവാകുക. അതുകൊണ്ട് തന്നെ ഇത് സ്വന്തമായി പുതിയതൊരെണ്ണം വികസിപ്പിച്ചെടുക്കുന്നതിനേക്കാൾ ബെറ്റർ ആ സാങ്കേതിക വിദ്യ മറ്റാരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് അവർ പറയുന്ന വില കൊടുത്ത് വാങ്ങുക എന്നുള്ളത് തന്നെയാണ്. കാര്യം നമുക്ക് കാലതാമസം ഒരു പ്രശ്നമാണ്. അത് ഗവേഷണം നടത്തി, റിസർച്ച് നടത്തി, പരീക്ഷണങ്ങൾ നടത്തി ആ സംഗതി നമ്മൾ സ്വന്തമാക്കുമ്പോഴത്തേക്കും വിലപ്പെട്ട സമയം പാഴാകും. സ്വാഭാവികം, തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രംഗത്ത് ഇപ്പോൾ ഡിഫൻസ് സെക്ടറിൽ പ്രധാനമായി അങ്ങനെ ആരെങ്കിലും ഒരു പുതിയൊരു സംവിധാനം കണ്ടെത്തിയെങ്കിൽ ആ സാങ്കേതിക വിദ്യ, ആ സാധനം ഇങ്ങോട്ട് വാങ്ങുമ്പോൾ ഒരുപാട് പണച്ചെലവ് ഉണ്ടായേക്കാം. അപ്പോൾ അവിടെ ആ ടെക്നിക്ക് എന്താണ് ഉപയോഗിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്കിവിടെ നിർമ്മിക്കാനുള്ള DRDO പോലുള്ള സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അത് സ്വാഭാവികമായിട്ടും ആ ഒരു സാങ്കേതിക വിദ്യ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സയൻറ്റിസ്റ്റുകളുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, അവരെ കൂടെ നിർമ്മിച്ചെടുക്കുക. അതുകൊണ്ടുള്ള ഗുണം നമുക്ക് ചെലവ് വളരെ ലഘൂകരിക്കാൻ പറ്റും. അത് മാത്രമല്ല, ഇപ്പോൾ ഈ വിദേശ നിർമ്മിത സാധനങ്ങൾ അതേപടി അനുകരിച്ചു കഴിഞ്ഞാലും ചില പാളിച്ചകൾ ഉണ്ടാകും. നമ്മുടെ ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് നമുക്ക് അനുയോജ്യമായ രീതിയിൽ അത് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് അനുയോജ്യമായ രീതിയിൽ അതിനെ വേണമെങ്കിൽ ഒന്ന് റീഡിസൈൻ ചെയ്ത് പരിവപ്പെടുത്തി എടുക്കാനും സാധിക്കും. ഈ ഭൂതല റഡാറുകളും ഇതും തമ്മിലുള്ള പ്രകടമായ മറ്റു വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഭൂതല റഡാറുകൾ പ്രത്യേകിച്ച് പ്രധാനമായും ഏതെങ്കിലും സ്ഥലത്ത് സ്ഥിരമായി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു കെട്ടിടത്തിലോ അല്ലെങ്കിൽ ഒരു വാഹനത്തിലോ ഒക്കെ ആയിരിക്കും അത് സജ്ജീകരിച്ചിരിക്കുക. അത് നമ്മുടെ സൗകര്യാർത്ഥം മൂവ്മെന്റ്സ് കുറവായിരിക്കും. ചിലപ്പോൾ ഒരു വാഹനത്തിൽ സജ്ജീകരിച്ചത് നമുക്ക് കൊണ്ടുപോയേക്കാൻ സാധിക്കും. പക്ഷേ ഒരു വിമാനത്തിൽ ഘടിപ്പിച്ചതിന് പരിധികളില്ലല്ലോ. ഒരു വാഹനം റോഡുള്ളിടത്ത് മാത്രമേ അല്ലെങ്കിൽ ചിലപ്പോൾ റോഡില്ലാത്ത സ്ഥലത്ത് അത് എത്തിക്കാൻ പറ്റിയെന്നും വരില്ല. പക്ഷെ ഒരു വിമാനത്തിൽ ഘടിപ്പിക്കുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.